അപ്പോഴേക്കും ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് നാട്ടിൽ പല കഥകളും പ്രചരിച്ചു തുടങ്ങിയിരുന്നു. ഇസ്ലാം മതത്തിലെ തബ്ലീഗ് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു ഉമ്മറും കുടുംബവും. ഇവർ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കുൾപ്പെടെ മതപഠന ക്ലാസുകൾ നടത്തുകയും പ്രദേശത്തെ മുസ്ലിം വീടുകളിൽ പ്രബോധനം നടത്തുകയും ഒക്കെ ചെയ്തു പോന്നിരുന്നു. ഇതേ തുടർന്ന് കുറച്ചു നാളുകൾക്ക് മുൻപ് നാട്ടിലെ തന്നെ ചിലരുമായി തർക്കങ്ങൾ ഉണ്ടാവുകയും അവർ ഉമ്മറിനെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്ന കാര്യം പതിയെ നാട്ടുകാർക്കിടയിൽ ചർച്ചാ വിഷയമായി ഉയർന്നു വന്നു. നാട്ടുകാർ മറന്നു തുടങ്ങിയ ഈ വിഷയം വീണ്ടും ചർച്ചയായതോടെ കൊലപാതകത്തിന് കാരണം ഒരു പക്ഷേ ഇത് തന്നെയാണെന്ന് ചിലർ ഉറച്ചു വിശ്വസിച്ചു. സ്വാഭാവികമായും ചർച്ചകൾ പതിയെ തീവ്രവാദ സംഘടനകളിലേക്ക് വരെ എത്തി. ഈ ചർച്ചകളും മറ്റും സജീവമായി നിൽക്കെ തന്നെ മറ്റാർക്കോയുള്ള ക്വട്ടേഷൻ അത് ആളുമാറി വന്നതാണെന്നും ചിലർ വാദിക്കുകയുണ്ടായി. ഇതെല്ലാം പ്രദേശവാസികൾക്കിടയിൽ ഉണ്ടാക്കിയ ഭീതി അത് ചെറുതായിരുന്നില്ല. രാത്രികാലങ്ങളിൽ ആളുകൾ പുറത്തിറങ്ങാൻ ഭയന്നു. അത്തരത്തിൽ വെള്ളമുണ്ടയുടെ സാമൂഹിക സാഹചര്യം തന്നെ അടിമുടി മാറി എന്ന് പറയാം. പോലീസ് ഈ സാധ്യതകളെല്ലാം തന്നെ വിശദമായി അന്വേഷിച്ചു. നിരവധി പേരെ അതിന്റെ ഭാഗമായി ചോദ്യം ചെയ്യുകയും ചെയ്തു. പക്ഷെ അതിലേക്കൊന്നും വിരൽ ചൂണ്ടുന്ന യാതൊരു തെളിവുകളും അവർക്ക് ലഭിച്ചില്ല. വെള്ളമുണ്ട ഇരട്ടക്കൊലപാതകത്തിന് പിന്നിൽ നാട്ടുകാർ കരുതുന്നത് പോലെ തീവ്രവാദ സംഘടനകളാണോ, അതോ ക്വട്ടേഷൻ ആളുമാറി എത്തിയതോ? മുഴുവൻ കഥയും കണ്ടറിയാം AI ദൃശ്യമികവിൽ റിപ്പോർട്ടർ സ്റ്റോറീസ് യൂട്യൂബ് ചാനലിൽ.